അല്ല ഈ മൊബൈൽ ഷോപ്പൊക്കെ തുടങ്ങുമ്പോ പണി അറിയുന്ന അവനേലും കൂടെ വേണ്ടേ? ഉണ്ട്. എന്റെ കൂടെ അന്ന് ബൈക്കിലൊക്കെ ഉണ്ടായിരുന്ന ഒരു പയ്യല്ലേ. അല്ല അവനെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ പണി നടക്കൂ. അതെന്താ ബ്രോ അങ്ങനെ പറഞ്ഞ? അല്ല മറ്റേ അതൊന്നുമില്ല. ഇപ്പം എല്ലാം ഞാൻ നിർത്തിപ്പിച്ച് റീ എഡിഷൻ സെന്റർ കൊണ്ടാക്കി. അല്ല ഡി എഡിഷൻ സെന്ററിൽ. ഡി എഡിഷൻ സെന്ററിൽ. അല്ല ബ്രോയുടെ ഇല്ലേ? അല്ല എന്റെ കയ്യിലുണ്ടായിരുന്ന ഫണ്ട് നാല് വഴിക്ക് തീർന്നു. പിന്നെ കുറച്ച് പൈസ കിട്ടാറുണ്ട്. അത് ഞാൻ വേണ്ടെന്ന് വെച്ച്. അതെന്തരും പിന്നെ? അത് നിങ്ങൾക്ക് അറിയാലോ അത് എവിടെ നിന്നാണ് വന്നതെന്ന്. അത് ഞാൻ ഇതിലോട്ട് ഇടുന്നില്ലെന്ന് വെച്ച്. അങ്ങനെ. അതെ. അപ്പൊ ബ്രോ പാലക്കാട് അപ്പൊ പോവും? ഇന്ന് നാളെ പോവോ? അല്ല ഞാൻ ഒരു സത്യം പറയട്ടെ, നിങ്ങൾക്ക് മൂന്നുപേർക്കൊന്നും തോന്നരുത്. ഇല്ല പറഞ്ഞോളൂ. സത്യം എന്റെ സ്ഥലം പാലക്കാടല്ല. അളിയാ തന്നെ കണ്ട ആദ്യത്തെ ദിവസം തന്നെ ഞങ്ങൾ ഉറപ്പിച്ചാണ് തന്റെ വീട് പാലക്കാടല്ലെന്ന്. ആണല്ലേ? എവിടെയാ സ്ഥലം? പത്തനംതിട്ട കോന്നി. പത്തനംതിട്ടക്കാരനാ? അതെ. ഷിബിന് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ കാര്യങ്ങളൊക്കെ തിരിച്ചറിയാനുള്ള ബോധവും വിവരമൊക്കെ തനിക്കുണ്ട്, എന്നിട്ടും ഈ ഡാർക്ക് റൂട്ടിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതാണ് കാശിനോടുള്ള ആർത്തി. മനസ്സിലായില്ല? നമുക്ക് പൈസ, ഒരു മനുഷ്യന് പൈസ വേണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവ ഏത് വഴിയാണെങ്കിലും ആ പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കും. അതിപ്പോ ഒരാളെ കൊന്നിട്ടാണെങ്കിൽ പോലും. അല്ല അങ്ങനെയല്ല. ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നത് വെച്ചാൽ എനിക്ക് ജീവിക്കേണ്ട പൈസ മാത്രം ഉണ്ടാക്കുക, സമാധാനത്തിൽ ജീവിക്കുക. റോക്സ്, ഇപ്പൊ നിങ്ങൾ റിയൽ ലൈഫിലേക്ക് തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. പൊളിച്ചതായി. അതിന് കാരണക്കാര് നിങ്ങൾ തന്നെയാണ്. അല്ല ഷിബു, ഇപ്പൊ നാട്ടില് നിക്കാൻ താല്പര്യമില്ലെങ്കിലേ അമ്മേനെയും കൂട്ടി ഇങ്ങോട്ട് വന്നൂടെ? എന്നിട്ട് ഇവിടെ വാടകയ്ക്ക് ഒരു വീടൊക്കെ എടുത്ത് സെറ്റിൽ ആവാലോ. ഞാൻ കുറെ വിളിച്ചതാ, അമ്മ വരൂല. ഞങ്ങൾക്ക് നാട്ടിൽ 5 സെന്റ് സ്ഥലവും ചെറിയൊരു വീടുണ്ട്. അത് വിട്ട് അമ്മ ഒരിടവും വരൂല. അമ്മയ്ക്ക് മരണം വരെ അതിനകത്ത് തന്നെ നിൽക്കണം. അതാണ് അമ്മയുടെ സ്വർഗം. എത്ര വിളിച്ചാലും വരൂല. ആണ് സീൻ. അതൊക്കെ ശരിയാണ്, പക്ഷെ അമ്മയ്ക്ക് പ്രായമായി വരികയല്ലേ. അതാണ് എൻ്റെ ടെൻഷൻ. ഞാൻ വിളിച്ച അമ്മ വരില്ല. ഞാൻ അമ്മേനെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അതെ, ഈ ശിവോളിയിലുള്ള ചായ എടുത്താ? എടുക്കുന്നുണ്ട്. ഞാൻ എടുക്കാം. ജസ്റ്റ് വെയിറ്റ്. എന്തായാലും ഷോപ്പിന്റെ കാര്യമൊക്കെ പയ്യെ അങ്ങ് തുടങ്ങ്. അമ്മയൊക്കെ വരും. ഞങ്ങളുടെ അമ്മ വിളിക്കുന്നുണ്ട്. ഹലോ. റോക്സ്, നമുക്ക് അകത്തോട്ടിരിക്കാം. നിങ്ങളെ കാണുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നിങ്ങളൊക്കെ എന്ത് ഹാപ്പിയാണ്. ഇനി തൊട്ട് റോക്സും ഹാപ്പി ആയിരിക്കും. നോക്കോ, ഞാൻ എൻ്റെ അമ്മേനെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഇനിയെങ്കിലും എനിക്ക് എൻ്റെ അമ്മേനെ പൊന്നുപോലെ നോക്കണം. അയ്യോ, വിഷമിക്കുന്ന എന്തിനാ? അതൊക്കെ പോട്ടെ. ശരിക്കും പറഞ്ഞ റോക്സ് ഇങ്ങനത്തെ ഒരാളെ ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല കേട്ടോ. ഇനിയിപ്പോ ഫ്രീ ആയിരിക്കുമ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞേ. ഉറപ്പായിട്ട് വരും. അറിയൊന്നും വേണ്ട. അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ ഈ ഫാമിലി ബോണ്ടിങ് കാണുമ്പോഴേ എനിക്കും നിങ്ങളുടെ ഒരാളായിട്ടിരിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഷിബു റോക്സ് വീട്ടിലൊരു അംഗം തന്നെയാ. അങ്ങനെ തന്നെ ഞങ്ങളും കണ്ടിട്ടില്ലേ. ഞങ്ങളുടെ മെമ്പർ തന്നെയാ കേട്ടോ. വാ ചായ കുടിക്കാം. വരാം. എടാ വന്ന് ഇങ്ങോട്ട് വാ. ഷിബു ടീ. ചിപ്സ് കഴിക്കാം. അല്ല നിങ്ങൾക്കാർക്കും ചായ വേണ്ടേ? ആദ്യം ഷിബു കുടിക്കേ, ഞങ്ങള് പയ്യെ കുടിച്ചോളാം. ശിവിച്ചേട്ടൻ കഴിക്ക്. ഞാൻ കഴിക്കാം. ശിവിച്ചേട്ടന് കഴിക്കാൻ പറ്റുന്ന അത്രയും കഴിക്ക്. ബാക്കി കഴിക്കാൻ ഇവിടെ ആളുണ്ട്. ഷിബു, ടീ എപ്പടി ഇരിക്ക്? കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ഇതിപ്പോ ആര് ചോദിച്ചാലും അങ്ങനെയല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ഉള്ള കാര്യം ഉള്ള പോലെ പറ. അങ്ങനെയൊന്നുമല്ല. ഞാൻ ചോദിച്ച റോക്സ് സത്യം പറയൂ. അല്ല റോക്സേ? പറയും. അതാണ് സത്യം. പറ, എങ്ങനെയുണ്ട് ചായ? കടുപ്പം, മധുരം എന്തെങ്കിലും കൂട്ടണോ കുറയ്ക്കണോ? മനസ്സിൽ എന്തുണ്ടെങ്കിലും ഉള്ളതുപോലെ പറഞ്ഞു. സത്യം പറഞ്ഞ എനിക്ക് ചായക്ക് ഇത്രയും മധുരം വേണ്ട. അതെങ്ങനെയാ? പായസം വെക്കണ മൈൻഡിലല്ലേ ചായ ഇടാൻ കയറുന്നേ. പിന്നെ മധുരം കൂടാണ്ടിരിക്കുവോ? ചേട്ടന് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ തന്നെയാ. കേട്ടല്ല, മധുരം കൂടുതലാ, കുറയ്ക്കണം കേട്ടോ. ഇനി വേറെ പ്രശ്നം പറ. വേറെ എനിക്ക് കുറച്ചും കൂടെ കടുപ്പം വേണം. അപ്പൊ ചായക്ക് കടുപ്പവും ഇല്ല, മധുരവും കൂടുതല്. മൊത്തത്തിൽ പറഞ്ഞ ഒരു പാലും വെള്ളം അല്ലേ? വെള്ളം ചായ. ലച്ചു, ആന്റി സാരില്ല, പോട്ടെ. എന്തായാലും ആന്റിയുടെ കയ്യിൽ നിന്ന് പോയി. ഇന്ന് ആന്റിയുടെ ദിവസം അല്ല. കഴിഞ്ഞ ആന്റി, ഇന്നത്തെ കോട്ട കഴിഞ്ഞു.
ഇനിയിപ്പോ നമുക്ക് അടുത്ത മാട്ടുപകല് പിടിക്കാം പോരെ? ശിവാ നിങ്ങളുടെയൊക്കെ സംസാരം കേൾക്കുമ്പോഴേ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നുന്നു. എന്റെ വീട്ടിൽ ഭയങ്കര സീരിയസാ. ആര്? ഞാൻ തന്നെ. അതേപോലെ വീടും സീരിയസാ. മോനെ അതൊക്കെ മാറും. ഇപ്പൊ ചേച്ചി അവിടെ ഇല്ലല്ലോ, അമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഇങ്ങനെ ഇരുന്ന് ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്നതാ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.